السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. اللهم ربي يسر ولا تعسر. ربي زدنا علما وحلما وفهما وعقلا وأدبا وحفظا وإيمانا كاملا ورب تمم بالخير والسعادة. رب اشرح لي صدري ويسر لي أمري വഹലുൽ നുഖ്തത്തുൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ പഠിതാക്കളെ, യൂണിറ്റ് 1 ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമ്മൾ ചർച്ചയിലേക്ക് കിടക്കുകയാണ്. വളരെ സ്പീഡായിട്ട് ആൻസർ പറയണം കേട്ടോ, കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യേണ്ട ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ ചോദ്യം, അർ-റിവായത്തുല്ലതി സജ്ജലഹ അബുൽ ഫറദ് അൽ അസ്ഫഹാനി ഫിൽ അഗാനി ഫി ഖത്ലി വാലിദ് ഇംറുൽ ഖൈസ്. ഇംറുൽ ഖൈസിന്റെ പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എത്ര റിവായത്തുകളാണ് അബുൽ ഫർദുൽ അസ്ഫഹാനി അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഗ്രന്ഥം കിതാബുൽ അഗാനിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. സലാസ, അർബ, റിവായത്താനി, സലാസ്. എല്ലാവരും ആൻസർ പറയണേ, ഉള്ളവർക്ക് ആൻസർ പറയാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അർബ റിവായത്താണ് കേട്ടോ, 4 റിവായത്തുകളാണ് അബുൽ ഫർദുൽ അസ്ഫഹാനി ഇംറുൽ ഖൈസിന്റെ പിതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. يقولون إنه الأحسن في الشعر والأبعد عن سخف والأجمع لكثير من المعاني في قليل من الألفاظ. പറഞ്ഞ വാക്കുകളിൽ കൂടുതൽ ആശയങ്ങൾ പറയുന്ന, അതുപോലെ സമ്പൂർണമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന, ഏറ്റവും മനോഹരമായി കവിത പറയുന്ന, മോശം കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്ന ആളാണ് അദ്ദേഹം എന്നാണ് പറയുന്നത്. ഇത് ആരെക്കുറിച്ചുള്ള വിശേഷണമാണ് എന്നാണ് ചോദ്യം. സുഹൈർ ബിൻ അബി സുൽമാൻ അൽ മുസ്നി, അംർ ബിൻ കുൽസും അത്തഖലബി, ജരീർ, ഫറസ്ദഖ്, ഇതിലാരെക്കുറിച്ചാണ് ഈ പറയപ്പെട്ട വിശേഷണം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്, സുഹൈർ ബിൻ അബി സുൽമാൻ അൽ മുസ്നിയെ കുറിച്ചാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. മഷ്ഹൂർ മാറുവിയാനിൽ ഇഖ്വാ ഫി ശഅരി ലിശാഇരിൽ ജാഹിലി. അദ്ദേഹത്തിന്റെ കവിതകൾ ഏറ്റവും പ്രസിദ്ധമായതാണ് അൽ ഇഖ്വാ എന്ന് പറയുന്ന ഭാഗം വരുന്ന ഘടകം വരുന്ന കവിത എന്ന് പറയുന്നത്. ത്വറഫ, നാബിഗ, അൻതറ, തഅബ്ബത്ത് ശർർ. ഇതിലാരാണ് ഇഖ്വാഇന്റെ ആള് എന്നാണ് ചോദ്യം. ഇഖ്വാ എന്ന് പറഞ്ഞാൽ റവീന്റെ അക്ഷരത്തോട് എതിരാവുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഇഖ്വാ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. നാബിഗ സിബിയാനാണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. നാബിഗ സിബിയാനിയാണ്. നെക്സ്റ്റ് ചോദ്യം. وصف عمر بن الخطاب الشاعر الجاهلي بأنه شاعر الشعراء ولا يعادل في الكلام. അദ്ദേഹം ഷാഇർ ഷുഅറ ആണ്, അതുപോലെ കലാമിൽ എന്താണ് ഗരീബായ അല്ലെങ്കിൽ കെട്ടിക്കുട്ട അസുബുള്ള പദങ്ങളൊന്നും ഉപയോഗിക്കാറില്ല എന്ന് പറയും. ഇതാരെക്കുറിച്ചാണ്? ആയിഷ, ഇംറുൽ ഖൈസ്, സുഹൈർ ബിൻ അബി സുൽമാൻ അൽ മുസ്നി, നാബിഗത്ത് സിബിയാനി. യെസ്, ഓപ്ഷൻ സി ആണല്ലേ, സുഹൈർ ബിൻ അബി സുൽമാൻ അൽ മുസ്നിയെ കുറിച്ചാണ് നമ്മളാണ് പ്രകാരം പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ചോദ്യം. അൻതറത്ത് ബിൻ ഷദാദ് അബ്സിയുടെ ബഹർ ഏതാണ്? തവീലാണോ, കാമിലാണോ, ബസ്വീത്താണോ, ഖഫീഫാണോ? അൻതറത്ത് ബിൻ ഷദാദ് അബ്സിയുടെ മുഅല്ലഖയുടെ ബഹർ ഏത് എന്നാണ് ചോദ്യം. തവീല്, കാമില്, ബസ്വീത്ത്, ഖഫീഫ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണല്ലേ, ബഹറുൽ കാമിലാണ് അൻതറ. ബഹറുൽ
കാമിലാണ് ഉത്തരം. ഇംറുൽ ഖൈസിന്റെ ബഹർ ഏതാ? طويل തൊവീല്. സുഹൈറോ? طويل തൊവീലാണ്. ഓക്കെ. അൻതറ കാമിലാണ്. ഓക്കെ. അമ്രുബിൻ കുൽസൂമോ? وافر വാഫിർ. നെക്സ്റ്റ് ചോദ്യം. ഹദ്ദിദ് الزوج الخطأ من المذكورين أدناه. താഴെയുള്ള തെറ്റായ ജോലി സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. عنترة بن الشداد العبسي وقد عد من أغربة العرب. امرؤ القيس. ويظهر أنه تزوج مرتين، الأولى أم أوفى والثانية كبشة. عمرو بن كلثوم. أمه هي ليلى بنت محلهل أخ كليب الذي ورب المصري. فقيل أعز من قلب الوائل. اوبشن دي زهير بن أبي سلمى. وقالوا إنه أبياته في آخر معلقته تشبه كلام الأنبياء. ഇതിൽ നിന്ന് തെറ്റായതാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. യെസ്, ഓപ്ഷൻ ബി ആണല്ലേ. ഇംറുൽ ഖൈസ് 2 തവണ കല്യാണം കഴിച്ചു എന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. മൗഫയും കബിഷയൊക്കെ ആരുടെ ഭാര്യയാണ്? زهير സുഹൈർ ബിൻ അബി സുൽമയുടെ ഭാര്യമാരാണല്ലേ. നെക്സ്റ്റ് ചോദ്യം. റത്തിബ് അൽ കുത്തുബൽ മദ്കൂറ അദ്നാഹു ഹസ്ബ തവാരീഖ് തഅലീഫിഹ. ഇപ്പൊ താഴെ ഓർഡർ ചെയ്യാനാണ്, കുത്തുബൊന്നുമല്ല. തഅബ്ബത്ത ശർറ കഅബ് ബിൻ സുഹൈർ ഷൻഫറ അൽ അസ്ദി ഉർവത്ത് ബിൻ വർദൽ അബസി. ഓപ്ഷൻ ബി ആണല്ലോ ആൻസർ. നിങ്ങൾ ജസ്റ്റ് ഒരു ധാരണയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണിത്. ബാക്കിയുള്ളവരൊക്കെ എന്താണ്, ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചതാണ് ആളാണ്. കഅബ് ബിൻ സുഹൈർ എന്താണ് മുഖ്ലറമിയാണ് എന്നുള്ള ഒരു ധാരണയിൽ തന്നെ നമുക്ക് ആൻസർ എത്താം. 2 ഓപ്ഷൻ ഡിയില് മീൻസ് ലാസ്റ്റ് വരുന്നത് ഒറ്റ ഓപ്ഷനുള്ള ഓപ്ഷൻ ബി ആണ്. ഓക്കെ. ഇപ്പൊ ഷൻഫറ അൽ അസ്ദി, തഅബ്ബത്ത ശർറ, ഉർവത്ത് ബിൻ വർദൽ അബസി, കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ഓർഡർ. ليس من شعراء السعاليك. ليس من شعراء السعاليك شنفرة، تأبت الشراء، زهير بن جناب الكلبي، عروة بن برد العبسي. ഇതിൽ സഅലൂക്കിൽ പെടാത്തത് ആര് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണല്ലേ, സുഹൈർ ബിൻ ജനാബിൽ കെൽബിയാണ്. മറ്റു 3 ആളുകൾ എന്താണ് സഅലൂക്കിൽ വരുന്നതാണ്. നെക്സ്റ്റ് ചോദ്യം. كانت قريش يجزع لهجاء حسان بن ثابت لأنه كان يطعن في أقاربهم، أغراضهم، أتوارهم، وعاداتهم، أحسابهم. യെസ്, ഓപ്ഷൻ ഡി ആണല്ലേ. അവരുടെ അഹ്സാബുകൾ, അവരുടെ പദവികളെയായിരുന്നു അദ്ദേഹം എന്തായിരുന്നത് ആക്ഷേപിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ് ചോദ്യം. كان جميل بن معمر الملقب بجميل بثينة يحب ابنة عمه فشكى أهلها إلى العامل فهرب إلى اليمن وأخيرا إلى مصر حيث مرض ومات، مرض وعولج وشفى، مرض وعاد إلى أهله وادي القرى وعولج وشفر. شفى. مرض وعاد إلى أهله وادي القرى وتوفي.
ഓപ്ഷൻ എ ആണല്ലേ. ഈജിപ്തിൽ വെച്ച് രോഗബാധിതനാവുകയും അവിടെ വെച്ച് മരണപ്പെടുകയുമാണ് അദ്ദേഹം ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടാണ് മരണപ്പെടുന്നത്. നെക്സ്റ്റ് ചോദ്യം, ഉമർ ബിൻ അബി റബിയ ഖസ്വറ ശഅറഹു അലാ വസ്ഫി നിസായി വഹജ്ബി ബഅലിൻ മിൻ അൻദാദിഹി. ഖസ്വറ ശഅറഹു അലാ വസ്ഫി നിസായി വമദ്ഹിൽ ഖുലഫായി. ഖസ്വറ ശഅറഹു അലാ വസ്ഫി നിസായി വലം യുസിഫ് സിബാഹുന്ന. ഖസ്വറ ശഅറഹു അലാ വസ്ഫി നിസായി വത്തബിഅതി വലാ ഗൈരിഹ. ഉമർ ബിൻ അബി റബിയയുടെ സവിശേഷതയാണ് പറയേണ്ടത് കേട്ടോ. ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ അല്ലേ. ഉമർ ബിൻ അബി റബിയ സ്ത്രീകളെ മാത്രമേ വസ്ഫ് ചെയ്ത് പാടിയുള്ളൂ, മറ്റുള്ള ഒന്നിനെയും എന്തായിട്ടില്ല വസ്ഫ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. كان ينتخب شعره فينظم 90 بيتا ويختار منها 30. هو عمر بن ابي ربيعه، زهير بن ابي سلمى، طرفة بن العبد، أخطل. ചോദ്യം ശരിക്കും വായിച്ചിട്ട് ആൻസർ ചെയ്യുക. ചോദ്യം ശരിക്കും വായിച്ചിട്ട് ആൻസർ ചെയ്യുക, ആവേശത്തിൽ ആൻസർ ചെയ്യരുത്. كان ينتخب شعره فينظم 90 بيتا ويختار منها 30. عمر بن ابي ربيعه، زهير بن ابي سلمى المزني، طرفة بن العبد، أخطل. ചോദ്യം ശരിക്കും വായിച്ചിട്ട് ആൻസർ ചെയ്യട്ടോ. ഓപ്ഷൻ ഡി ആണ്, അഖ്ത്വലാണ്. അത് 90 കവിതകൾ എഴുതി അതിന്റെ അതിൽ 30 കവിതകൾ മാത്രം സെലക്ട് ചെയ്ത് അവതരിപ്പിച്ചു, അങ്ങനെ എഡിറ്റ് ചെയ്ത് നന്നാക്കിയിട്ട് അവതരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. സുഹൈർ നബി സുൽമയെ കുറിച്ച് പറയാറുള്ളത് അദ്ദേഹം 3 മാസം 4 മാസം എഴുതാനും 4 മാസം എഡിറ്റ് ചെയ്യാനും 4 മാസം അത് വലിയ വലിയ ആളുകൾക്ക് കാണിച്ചത് ശരിയാക്കി എടുക്കാനൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഈ ഒരു പരാമർശം ആരെ കുറിച്ചാണ്? അഖ്ത്വലിനെ കുറിച്ചാണ്. മാറിപ്പോരുത് കേട്ടോ, നമ്മുടെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്ന വിഷയമാണ്. നെക്സ്റ്റ് ചോദ്യം. الدمايات في نصبه ولعله هو نفسه مسؤول عن ذلك الاضطراب. ബഷാർ ബിൻ ബുർദ്, അബൂ നുവാസ്, മുത്തനബി, ഇബ്നു റൂമി. അദ്ദേഹത്തിന്റെ നസബയെ സംബന്ധിച്ച് ധാരാളം റിവായത്തുകളുണ്ട്. ഇത്രത്തോളം അദ്ദേഹത്തിന് തന്നെ ആ വിഷയത്തിൽ എന്തുണ്ട്, സംശയങ്ങളുണ്ട്, ആശങ്കകളുണ്ട് എന്നുള്ളതാണ്. ഇതാര്? ബഷാർ ബിൻ ബുർദ് ആണോ, അബൂ നുവാസ് ആണോ, മുത്തനബി ആണോ, ഇബ്നു റൂമി ആണോ? നോക്കാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. അബൂ നുവാസിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അബൂ നുവാസിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഉമ്മഹാത്തുൽ കുതുബിലെ തന്നെ ഇബാറത്തുകളാണ് ഇതൊക്കെ കേട്ടോ, അത് മനസ്സിലാക്കി വെക്കുക. അബൂ നുവാസിനെ കുറിച്ചാണ്. നെക്സ്റ്റ് ചോദ്യം. أقدم من حاول تقسيم الشعر العربي إلى موضوعات ونظمه في 10 موضوعات هو أبو تمام، متنبي، فرزدق، زهير بن أبي سلمى المزني. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആണല്ലേ, മുത്തനബി, സോറി അബൂ തമാമാണ്. അബൂ തമാമിന്റെ ഹമാസയിൽ എത്ര കിസ്മുള്ള ബാബുകളാണുള്ളത്? 10 ബാബുകളാണുള്ളത്. 10 കിസ്മുകളാക്കിയിട്ടാണ് അദ്ദേഹം അതിനെന്തായിട്ടുള്ളത് തിരിച്ചിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ബഖ്തരിയുടെ ഹമാസയിലോ എത്ര ബാബുകളാണ്? ബഖ്തരിയുടെ ഹമാസ എത്ര ബാബുകളാണ്? 173 ആണ് കേട്ടോ. 173 ബാബുകളായിട്ടാണ് ഉള്ളത്. ഓക്കെ,
നെക്സ്റ്റ് ചോദ്യം, റത്തിബ ഷുഅറാൽ മസ്കൂറിൻ അദ്നാഹു ഹസ്ബ തവാരീഖി വഫാത്തിഹിം. ബുനുവാസ് ബിൻ റൂമി, മുത്തനബി, ബഷാർ ബിൻ ബുർദ്. ഇതൊക്കെ സിലബസിന്റെ ഓർഡർ ധാരണ ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ബുനുവാസ്, ഇബ്നു റൂമി, മുത്തനബി, ബഷാർ ബിൻ ബുർദ്. ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലെ. ബഷാർ ബിൻ ബുർദാണ് ആദ്യം. ബഷാർ ബിൻ ബുർദാണ് ആദ്യം, പിന്നീട് അബൂനുവാസ് ആണ്, ശേഷം ഇബ്നു റൂമിയാണ്, ഏറ്റവും അവസാനം മുത്തനബിയാണ് വരിക അല്ലേ. ഇങ്ങനെയാണ് അതിന്റെ ഒരു രീതി. ഓക്കെ, ഓപ്ഷനില് മൂന്നാമത് മുത്തനബി അല്ലേ? സി. ഇങ്ങനെ സാർ ഇട്ട ഓപ്ഷനില് മൂന്നാമത് മുത്തനബി എന്നാണ്. ഓപ്ഷനിൽ തെറ്റുണ്ട് കേട്ടോ, സോറി. ഇങ്ങനെയാണ് ഓർഡർ വരിക. ഇങ്ങനെയാണ് ബഷാർ ബിൻ ബുർദ്, അബൂനുവാസ്, ഇബ്നു റൂമി, മുത്തനബി എന്നിങ്ങനെയാണ് വരിക കേട്ടോ. ഏറ്റവും അവസാനം അബുൽ മാരി. അതിനിടയിൽ ബഖ്തുരി വരുന്നുണ്ട്. ബഖ്തുരി ഇബ്നു റൂമിയേക്കാൾ മുൻപ് ജനിക്കുകയും ഇബ്നു റൂമിക്ക് ശേഷം മരണപ്പെടുകയും ചെയ്ത ആളാണ്. ഇബ്നു റൂമി 200 ഹിജ്റ 200, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 273 മരണപ്പെടുന്നത്, 71 ബഖ്തുരി മരണപ്പെടുന്നത് 274. അതേസമയം ജനിക്കുന്നത് 203 202 ഇബ്നു റൂമി ജനിക്കുന്നത്. അല്ല, 206 ഇബ്നു റൂമി ജനിക്കുന്നത്, ബഖ്തുരി അതിന് മുമ്പേ ജനിക്കുന്നത്. അങ്ങനെ ഒരു വ്യത്യാസം അവർക്കിടയിലുണ്ട്. അതല്ലാതെ ഒഴിച്ചു നിർത്തിയാൽ മറ്റു ഓർഡറുകളൊക്കെ കറക്റ്റ് ആയിട്ടാണ് വരിക. അതായത് ആദ്യം ബഷാർ ബിൻ ബുർദ്, പിന്നീട് അബൂനുവാസ്, ശേഷം അബൂ തമാമ്, ബഖ്തുരി, ഇബ്നു റൂമി, മുത്തനബി, അബുൽ മാരി. മരണ ഓർഡറിൽ ഇതുപോലെയാണ് വരിക. ഇതിൽ ആ ജനന ഓർഡറിലാണ് ഏക വ്യത്യാസം വരിക. ഇബ്നു റൂമി ആയിരിക്കും ആദ്യം വരിക, ശേഷമായിരിക്കും ബഖ്തുരി വരിക എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. ഓക്കെ, വർഷം പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആണ്, ആരെങ്കിലും നോക്കിയാൽ നന്നാവും. ഇബ്നു റൂമി 221 to 283. ഓക്കെ, ബഖ്തുരിയോ 206 to ബഖ്തുരി 206 to 284. 84. ഓക്കെ, ഇതാണ് വ്യത്യാസം കേട്ടോ, പഴയ ഓർമ്മയാണ്. നെക്സ്റ്റ് ചോദ്യം, من الشاعر الذي انتقده طرفة بن العبد على أنه استونق الجمل؟ متلمس، حارث بن هلال اليشكري، മുഹൽഹൽ ബിൻ റബിയ തഗ്ലബി, ഇംറുൽ ഖൈസ്. ത്വറഫത്ത് ബിൻ അബ്ദ് അദ്ദേഹത്തെ നഖ്ദ് ചെയ്തുകൊണ്ട് പറഞ്ഞത് എന്താണ്? അലാ അന്നഹു ഇസ്തൗനഖൽ ജമൽ. മുത്തലമ്മിസിനെയാണ് അല്ലെ, മുത്തലമ്മിസിനെയാണ്. നെക്സ്റ്റ് ഒന്ന് സ്പീഡാക്കാണ്, കുറെ ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് കേട്ടോ. ഇതാരുടെ മുഅല്ലഖയുടെ തുടക്കമാണെന്നാണ് ചോദ്യം. ലഖൗലാത അത്ലാലിൻ ബിബറകാത സഹ്മദിൻ തലൂഹു കബാഖൽ വഷ്മി ഫീ ളാഹിരിൽ യദി എന്ന് പറയുന്നത് ആരുടെ മുഅല്ലഖയുടെ തുടക്കത്തിലുള്ള വരികളാണ്? കഅബ് ഇബ്നു സുഹൈർ, അംർ ഇബ്നു കുൽസൂം തഗ്ലബി, ത്വറഫത്ത് ബിൻ അബ്ദ്, ലബീദ് ബിൻ റബിയ. പക്ഷെ സി ആണല്ലേ, ത്വറഫത്ത് ബിൻ അബ്ദാണ്. ഏതാണ് ബഹർ? ത്വറഫ. നെക്സ്റ്റ് ചോദ്യം, റത്തിബ് ഷുഅറാ ഹസ്ബ തബഖാതിഹിം. ഉമർ ബിൻ അബി റബിയ, ഉമയ്യത്ത് ബിൻ അബി സ്വലത്ത്, ഇംറുൽ ഖൈസ്, ഫറസ്ദഖ്. തബഖാത്ത് അനുസരിച്ച് ഓർഡർ ചെയ്യാനാണ് പറയുന്നത്. ഓപ്ഷനാണ് വരിക അല്ലേ, ഇംറുൽ ഖൈസ് ആണ് ആദ്യം വരിക. ജീം ആദ്യം വരുന്ന ഒറ്റ ഓപ്ഷൻ. ഇംറുൽ ഖൈസ്, ഉമയ്യത്ത് ബിൻ അബി സ്വലത്ത്, ഉമർ ബിൻ അബി റബിയ, ഫറസ്ദഖ്. അങ്ങനെയാണ് ആ ഓർഡർ വരിക. നെക്സ്റ്റ് ചോദ്യം,
ലാമിയത്തുൽ അറബ് ലിമൻ, ആരുടേതാണ് ലാമിയത്തുൽ അറബ്? സുഹൈർ ബിൻ അബി സൽമാൻ അൽ മുസ്നി, അംർ ബിൻ കുൽസൂം തഗലബി, തഅബ്ബത്ത് ഷർറ, ഷൻഫറി അൽ അസ്ദി. ഇതിൽ ആരുടേതാണ് ലാമിയത്തുൽ അറബ് എന്നാണ് ചോദ്യം. ഷൻഫറ അൽ അസ്ദിയുടേതാണ് അല്ലെ ലാമിയത്തുൽ അറബ്. അതിനാരൊക്കെ ഷറഹ് ചെയ്തിട്ടുണ്ടല്ലോ? ദമാശ്ശേരി. ഓക്കെ, അതിന്റെ പേരെന്താ? ലാമിയത്തുൽ അറബ്. ഓക്കെ, അത് എത്ര വരികളുണ്ട് ഓർമ്മയുണ്ടോ? 68. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം. മൻ കാന യംദഹുൽ മനാദിറ വൽ ഖസാസിന? മനാദിറക്കാരെയും ഖസാസിനക്കാരെയൊക്കെ മദ്ഹ് ചെയ്തതാര്? ത്വർഫത്ത് ബിൻ അബ്ദ് അൽ ഖൻസാ, ഹസ്സാൻ ബിൻ സാബിത്ത്, അൽ ഹാരിസ് ബിൻ ഹില്ലിസ അൽ യഷ്കുരി. ഓപ്ഷൻ സി ആണല്ലേ, ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. ഓക്കെ. الحتيئة شاعر أدرك الجاهلية والإسلام، العصر الإسلامي والعصر الأموي، العصرين الأموي والعباسي، العصرين العباسي والعثماني. ഹുത്തൈയെ കുറിച്ചാണ് ചോദിക്കുന്നത്. യെസ്, ജാഹിലിയയിലും ഇസ്ലാമിലും ജീവിച്ച ആളാണ് ഹുത്തൈഅ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മുഖ്തറമിലാണ് അദ്ദേഹത്തെ പഠിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് ചോദ്യം. من قال الفرزدق ينحت من صخر وجرير يغرف من بحر. ഇതാരുടെ സ്റ്റേറ്റ്മെന്റ് ആണ്? മുത്തനബി, അബു തമാം, മഖ്തല്, മഅദി. ഓപ്ഷൻ സി ആണല്ലേ, അഖ്തലിന്റെ സ്റ്റേറ്റ്മെന്റ് ആണത്. അഖ്തലിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് ചോദ്യം. ഖസ്സർ ഉമർ ബിൻ അബി റബിയ ശഅറഹു അല അൽ മദ്ഹി വൽ ഹിജാ, അല തശ്ബീഹ് വ വസ്ഫ് നിസാ, അല ഫഖ്ർ വൻ നസ്ബ്, അല ഹിജാ വസ്സഖർ. നേരത്തെ ചോദിച്ചതിന്റെ മറ്റൊരു വേർഷൻ ചോദ്യം കൂടിയാണിത്. ഓക്കെ. അല്ല, തഷ്ബീബ് വസ്ഫിൻ നിസാലെ, സ്ത്രീകളെ പ്രണയകാവ്യങ്ങൾ പാടുകയും അവർ വർണ്ണിച്ചു പാടുന്നതിന് മാത്രമായിട്ടാണ് തന്റെ കവിത അദ്ദേഹം ചുരുക്കിയിട്ടുള്ളത് എന്ന്. നെക്സ്റ്റ് ചോദ്യം. ഷഅറു മൻ യംതാദു ഫി വസ്ഫി ഈവാനി കിസ്റ വബിർക്കത്തുൽ മുതവക്കിൽ അഖ്സറുൽ മുഅ്തസ് ബില്ലാ. ഈവാനി കിസ്റയെയും മുതവക്കിലിന്റെ ബിർക്കത്തിനെ കുറിച്ചും അതുപോലെ മുഅ്തസ് ബില്ലയുടെ കൊട്ടാരത്തെ കുറിച്ചും ഒക്കെ വർണ്ണിച്ചു പാടിയതാര്? അബു തമാം, ബുഖ്തുരി, ഇബ്നു റൂമി, മുത്തനബി. യെസ്, ബുഖ്തുരി ആണല്ലേ. ബുഖ്തുരിയാണ് ഇവാനു കിസ്രയെ കുറിച്ചും ബർക്കത്തുൽ മുതവക്കിലിനെ കുറിച്ചും മുഅ്തസ് ബില്ലയുടെ കൊട്ടാരത്തെ കുറിച്ചൊക്കെ വർണ്ണിച്ചു പാടിയിട്ടുള്ളത്. നെക്സ്റ്റ് ചോദ്യം. അഷ്അറു ശുഅറാഇൽ മുഅല്ലഖാത്ത് ഹും സലാസത്തുൻ വഖദ് അജ്മഉ തഖരീബൻ അലാ തഫ്ളീലിഹിം. അതായത് വിവിധ തൊബക്കകളായി തിരിച്ചിട്ടുണ്ടല്ലോ. മുൻനിരയിൽ വരുന്ന മൂന്നാളുകൾ ആരൊക്കെയെന്നാണ് ചോദ്യം. ഇമ്രുൽ ഖൈസ്, ത്വർഫത്ത് ബിൻ അബ്ദ് ഹുതൈഅ. ഇമ്രുൽ ഖൈസ് സുഹൈർ ബിൻ അബി സുൽമാൻ അൽ മുസ്നി, അന്നാബിഖത്ത് സിബിയാനി. അന്നാബിഖത്ത് സിബിയാനി ഇമ്രുൽ ഖൈസ് അൽ ആഷ. ഇമ്രുൽ ഖൈസ് ആഷ അൻതറ. യെസ്, ഓപ്ഷൻ ബി ആണല്ലേ, ഇമ്രുൽ ഖൈസ്, സുഹൈർ ബിൻ അബി സുൽമാൻ അൽ മുസ്നി, അന്നാബിഖത്ത് സിബിയാനി. ഇവരാണ് തുബഖത്തുൽ ഊലയിൽ വരുന്നത് എന്നാണ് ഒരു അഭിപ്രായം. നെക്സ്റ്റ് ചോദ്യം. അന്ത അഷ്അറു മിൻ അബി തമാം ഫഖാല മാ യൻഫഅനി ഹാദൽ ഖൗൽ ഖീല ഫീ. ഇതാരെ കുറിച്ചാണ് പറയപ്പെട്ടത്? ബഖ്തുരി, കഅബ് ബിൻ സുഹൈർ, മുത്തനബി, ഇബ്നു അൽ മഅദി. أنت أشعر من أبي تمام فقال ما ينفعني هذا القول
ഖീല ഫീ ബുഹ്തുരിയാണല്ലേ. ബുഹ്തുരിയോട് പറഞ്ഞതാണ് ഗുരുനാഥനായ അബുത്തമാമിനേക്കാൾ മികച്ച കവിത താങ്കളുടേതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഹാദൽ ഖൗൽ, ഇതിനെ കൊണ്ട് എനിക്കൊരു വലിയ നേട്ടമൊന്നുമില്ല എന്നൊക്കെ പറയുന്നത് ബുഹ്തുരിയാണ്. നെക്സ്റ്റ് ചോദ്യം, അദ്രക ജരീറൻ വഹജാഹു ഫഖാല ഹജൗതു ജരീറൻ ഫസ്തഗ്സറൻ ഫസ്തസ്ഗറനി വഅറള അന്നി. ഞാൻ ജരീറിനെ കണ്ടു, അജായ് ചെയ്തു, പക്ഷെ അദ്ദേഹം ചെറുതാക്കി കളഞ്ഞു. വസ്തസ്ഗറനി എന്ന് പറഞ്ഞു. വഅറള അന്നി, ഇനി ജരീറെങ്ങാനും എന്നെ ഹജായ് ചെയ്തിരുന്നെങ്കിൽ ലകുന്തു അഷ്അറുന്നാസ് എന്നുകൂടി അദ്ദേഹം അതിന്റെ ബാക്കിയായിട്ട് പറയുന്നുണ്ട്. ആരാണ്? ബഷാർ ബിൻ ബുർദാണ് അല്ലെ. ബഷാർ ബിൻ ബുർദാണത്. നെക്സ്റ്റ് ചോദ്യം, ലം യക്തഫി ബിശ്ശിഅർ ഫഖദ് തലബ الفقه وكان عالما فقيها عارفا بالاحكام والفتوى هو ابو نواس ابو تمام كعب بن زهير الحطيئة. അദ്ദേഹം കവിതയിൽ മാത്രമായിരുന്നില്ല, മറിച്ച് ഫിഖഹിലും ഹദീസിലൊക്കെ പ്രാഗൽഭ്യമുള്ള ആളായിരുന്നു. തഫ്സീറിലൊക്കെ ഫത്വകളൊക്കെ അറിയുന്ന ആളായിരുന്നു എന്നൊക്കെ പറയുന്നു. ആരാണ്? അബൂ നുവാസിനെ കുറിച്ചാണ് കേട്ടോ. അബൂ നുവാസിനെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം, وشاعر الشعراء المعاني وفق بين الشعر والفلسفة. ഓപ്ഷൻ എ ആണ് കേട്ടോ, മുത്തനബിയാണ് കേട്ടോ. ഷാഇർ ഷുഅറാ അൽ മആനി വഫഖ ബൈന الشعر والفلسفة, മുത്തനബിയാണ്. നെക്സ്റ്റ് ചോദ്യം, كان لا يعامل في الكلام وكان يتجنب وحش الشعر ولم يمدح أحدا إلا بما فيه. قاله عمر بن الخطاب رضي الله عنه فيه، حسان بن ثابت رضي الله عنه، زهير بن أبي سلمان المزني، متنبي أبو الأعلى المعدي. ആൻസറുകൾ വരട്ടെ. ഓപ്ഷൻ ബി ആണല്ലേ, സുഹൈർ ഇബ്നു അബി സുൽമാൻ അൽ മുസ്നിയെ കുറിച്ചാണ് പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു. നെക്സ്റ്റ്, കാന യശ്റബുൽ ഖംറ വലാ യജിദു النظم ഇല്ലാ ഇദാ ശരിബ. ബഷാർ ഇബ്നു ബുർദ്, അഖ്ത്വൽ, അബൂ നുവാസ്, ഇംറുൽ ഖൈസ്. മക്കളെ വളരെ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യും, വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. കാന യശ്റബുൽ ഖംറ വലാ യജിദു النظم ഇല്ലാ ഇദാ ശരിബ. സദയ്യാത്തിൽ വളരെ കൃത്യമായി പറഞ്ഞൊരു ഇബാറത്ത് കൂടിയാണിത്. ഓപ്ഷൻ ബി ആണ്, അഖ്തലിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അഖ്തല് അബ്ദുൽ മലിക് ബിൻ മർവാൻ ഇസ്ലാം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടപ്പോ അഖ്തല് ചോദിച്ച കാര്യം എന്താണ്? എനിക്ക് കള്ളു കുടിക്കാൻ അനുമതി തരുമോ എന്നുള്ളതാണ്. അതായിരുന്നു അദ്ദേഹത്തെ ഇസ്ലാം അശ്ലേഷിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തിയ ഏക കാര്യം എന്നുള്ളതാണ്. എന്നിട്ട് തന്നെ കൃത്യമായി പറയുന്നുണ്ട് ലാ യജിദു النظم ഇല്ലാ ഇദാ ശരിബൽ ഖംർ എന്ന് തന്നെ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, അൻത അശ്ജഉ الناس واشهدهم فقال لا. قال فبما شاء ذلك لك. قال كنت اقدم اذا رايت الاقدام واحجم اذا رايت الاحجام ولا ادخل موضعا لا ارى لي منه مخرجا. ഇതാരെ കുറിച്ചാണ് ഇത് പറയപ്പെട്ടത്? അബ്ബത്ത് ഷറ, അൻതറത്ത് ബിൻ ഷദാദ് അൽ അംസി, അംർ ബിൻ കുൽസൂം, ഇംറുൽ ഖൈസ്. ഇതൊക്കെ ഹസൻ സയ്യാത്തിൽ നിന്നുള്ള ഇബാറത്താണ് കേട്ടോ. ഒന്നാം യൂണിറ്റ് നിർബന്ധമായും ഹസൻ സയ്യാത്ത് കവർ ചെയ്യണം. അൻതറത്തുൻ ഷദാദുൽ അബസിയാണ് അല്ലെ. അൻതറത്തുൻ ഷദാദുൽ അബസിയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞിരുന്നു. ഒന്ന് സ്കിപ്പ് ചെയ്യാണ് കേട്ടോ, സമയത്തിന്റെ പരിമിതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലിയർ ആണ് ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് ചോദ്യം, ലൈസ മിന ശുഅറാഇൽ മുഖ്ലറമീൻ
ليس من شعراء المخضرمين كعب بن زهير خنساء شنفرة الأزدي الحتيئة. شنفرة الأزديان ليه شنفرة الأزديان. next ചോദ്യം لعل أول أحد حقيقي للنقائل في الشعر العربي العصر الجاهلي العصر الأموي العصر الإسلامي العصر العباسي. لعل أول أحد حقيقي للنقائل في الشعر العربي. കൃത്യമായ ആൻസറുകളാണ് വരുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ ഇവിടെ രേഖപ്പെടുത്തിയ തെറ്റാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇപ്പൊ തന്നെ നമുക്ക് ശരിയാക്കാം. ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ. അസ്റുൽ ഇസ്ലാമിയാണ് നഖായിദിന്റെ തുടക്കം കുറിച്ച കാലഘട്ടം എന്ന് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ. മാറിപ്പോരുത്. അവ്വൽ അഹദിൻ ഹഖീഖിൻ ലിന്നഖായിദ് ഫി ശിഅർ അൽ അറബി ഹുവ അസ്റുൽ ഇസ്ലാമിയാണ്. പിന്നീട് അത് ഡെവലപ്പ് ആയത്, കൂടുതൽ പുരോഗതി പ്രാപിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? ഇസ്ദഹറ വ തതവ്വറ ഫിൽ അസ്റുൽ ഉമ്മവി. ഉമ്മവി കാലഘട്ടത്തിലാണ് എന്താവുന്നത്, അത് കൂടുതൽ പുരോഗതി പ്രാപിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഷാഇറുൻ നസ്രാനിയൻ ഉമ്മവിയൻ ഹജം റഅത അബീഹി വഹുവ സഗീറുൻ. ക്രിസ്ത്യൻ പോയറ്റാണ്, ഉമ്മവിക്കാരനാണ്. ഭാര്യയുടെ ഉപ്പയുടെ ഭാര്യയെ അദ്ദേഹം എന്തായിട്ടുണ്ട് ഹജായി ചെയ്തിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ. ജരീർ, അഖ്തല്, ഫറസ്ദഖ്, ജമീൽ ഇബ്നു മഅ്മർ. അഖ്തലാണല്ലേ. അഖ്തലിനെ അവർ വിളിച്ചിരുന്ന ഒരു പേരുണ്ടല്ലോ. അതിനർത്ഥം എന്താണ്? കുട്ടിക്കഴുത, കുഞ്ഞിക്കഴുത. അൽ ഹിമാറു സഗീർ അല്ലേ, അൽ ഹിമാറു സഗീർ. നെക്സ്റ്റ് ചോദ്യം. ഷാഇറുൻ അബ്ബാസിയുൻ കാന ശദീദ് തുയറ വയഗ്ലു ഫിഹ. شاعر عباسي كان شديد الطويرة ويغلو فيها. ഇതിന്റെ മീനിങ് എന്താ വരുന്നത് സാറേ? പക്ഷി ലക്ഷണം നോക്കാം. അതെ അതെ, അദ്ദേഹം ഭയങ്കരമായിട്ട് എന്തായിരുന്നു ലക്ഷണം നോക്കിയിരുന്ന ആളാണ് എന്നുള്ളതാണ്. ഇതാരാണ്? ഇബ്നുർ റൂമിയാണ് അല്ലെ, ഇബ്നുർ റൂമിയാണ്. നെക്സ്റ്റ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ് ആണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. കാന അബൂഹു സലീലുൽ മുലൂക്കി മിൻ കിന്ദ ഫകാന അസ്ഗറ ഔലാദിഹി വഹുവ ഇംറുൽ ഖൈസ്. സ്റ്റേറ്റ്മെന്റ് 2. സുഹൈർ ഇബ്നു അബി സുൽമ നജ്ലുഹു അബുൻ ഷരീഫുൻ വ ഉമ്മുൻ നസ്ലുഹു എന്നായിരിക്കട്ടോ. അബുൻ ഷരീഫുൻ വ ഉമ്മുൻ ഹബ്ഷിയത്തുൻ തുദഅ സുബൈബ വഹുവ മിൻ ഹുജനാഇൽ അറബ് വ അഗ്ലിബത്തുഹു. നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ വരേണ്ടത്. ഓപ്ഷൻ സി ആണ് ആൻസർ, ബി അല്ല, സോറി. രണ്ടാമത്തെ തെറ്റാൻ കാരണം എന്താണ്? യെസ്, അതായത് ആരുടേതാണ്? അൻതറയുടേതാണ് അല്ലെ. രണ്ടാമത്തേത് അൻതറയുടേതാണ് എന്നുള്ളതാണ്. ഓക്കെ, അൻതറത്തുൽ ഷദാദിൽ അബ്ബസിയുടേതാണ്. നെക്സ്റ്റ് ചോദ്യം. ഷാഇറുൻ തവസ്സല ഇലൈഹി ഹുതൈഅ അൻ യസ്കുറഹു ഫി ശഅരിഹി ഹത്താ യസ്തഹിറ. കഅബ് ഇബ്നു സുഹൈർ, ഹസ്സാൻ ഇബ്നു സാബിത്ത് അൽ അൻസാരി,
ഖൻസാ, അംർ ഇബ്നു കുൽസൂം. ഓക്കെ, നമുക്ക് നോക്കാം. ആരാണ്? കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു ആണ് അല്ലേ? ഷായിറുൻ, കവി. തവസ്സല ഇലൈഹി ഹുത്തൈ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് അദ്ദേഹത്തെ കൂടി പിന്നെ കവിതയിൽ പരാമർശിക്കാൻ വേണ്ടി. അതായത് രണ്ടുപേരും ഒരേ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ്. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിന്റെ കവിതകൾക്കാണ് കൂടുതൽ പ്രചാരം അന്ന് ലഭിച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഹുത്തൈയ പറയാണ് എന്ത്, കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവോട്, നിങ്ങളുടെ കവിതയിൽ നിങ്ങളെ പറഞ്ഞ ശേഷം എന്നെയും കൂടി ഒന്നും എന്താവണം, പറയണം. അങ്ങനെ ആകുമ്പോൾ ജനങ്ങൾക്കിടയിൽ എനിക്കുന്നുണ്ടാവും ഒരു പ്രശസ്തിയൊക്കെ ലഭിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിനു വേണ്ടിയാണ് ഹുത്തയ്യ ഇത്തരം ഒരാവശ്യം കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹുവിനോട് മുന്നോട്ട് വെച്ചത്. നെക്സ്റ്റ് ചോദ്യം, അൽ അബ്ദു ലാ യുഹ്സിനുൽ കർറ വഇന്നമാ യുഹ്സിനുൽ ഹലബ വദ്ദറ. ആരുടെ വാചകമാണ്? സുഹൈർ ഇബ്നു അബീ സുൽമാൻ അൽ മുസ്നി, അംർ ഇബ്നു കുൽസൂം അത്തഗ്ലബി, ഇംറുൽ ഖൈസ്, അൻതറത്ത് ഇബ്നു ഷദാദ് അൽ അബ്സി. നോക്കാം നമുക്ക്. ആരാണ്? അൻതറത്ത് ഇബ്നു ഷദാദ് അൽ അബ്സി ആണല്ലേ. യുദ്ധം നടക്കുകയാണ്, കബീലയ്ക്കെതിരെ അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു, അബ്സ് ഗോത്രക്കാർക്കെതിരെ. അപ്പോൾ എല്ലാവരും പരാജയ ഭീതിയും അക്രമവും ഒക്കെ മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഷദാദ് എന്താവുന്നത്, പിതാവായ ഷദാദ് അൻതറോട് പറയുന്നത് എന്ത്, കർറിയ അൻതറ, എന്താണ്, അൻതറോട് യുദ്ധം ചെയ്യാൻ പറയും. അപ്പൊ അൻതറ പറയുന്നത്, ഞാൻ എന്താണ്, അടിമയല്ല, എന്നെ നിങ്ങൾ ഒരിക്കലും മകനായി അംഗീകരിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു പരാതി അൻതറക്കുണ്ട്. അപ്പൊ അൻതറ പറയണത്, അല്ല അബ്ദുൽ ഹസ്നുൽ കർറ, അടിമക്ക് എന്തില്ല, ഇങ്ങനെ യുദ്ധം ചെയ്യാനൊന്നും അറിയില്ല, ചാടിപ്പുറപ്പെടാനൊന്നും അറിയില്ല. അപ്പൊ ഇന്നമാഹ്സുനുൽ ഹൽബ വസ്ഫിറ എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. പാല് കറക്കാനും അതുമായി ബന്ധപ്പെട്ട മേക്കാനൊക്കെ എന്തുള്ളൂ, അടിമകൾക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പിതാവ് പറയുന്നത് കർറിയ അൻതറ അൻതഹുറുൻ എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത്. ഓക്കെ, അൻതറത്ത് ഇബ്നു ഷദാദ് അൽ അബ്സിയെ കുറിച്ചുണ്ട്. നെക്സ്റ്റ് ചോദ്യം, വല്ലാഹി ലൗ വലഅതഹു അലാ സഖറിൻ ലഫലഖഹു വലാ ശഅരിൻ ലഹലഖഹു. ഹസ്സാൻ ഇബ്നു സാബിത്ത്, ഇംറുൽ ഖൈസ്, കഅബ് ഇബ്നു സുഹൈർ, അബൂ തമാം. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കവിതയെക്കുറിച്ച്, ഹജായിനെ കുറിച്ചൊക്കെ പറഞ്ഞൊരു വാചകമാണ് കേട്ടത്. നെക്സ്റ്റ് ചോദ്യം, ഷഅറുൻ കാന ശഅറുഹു അൽ ഹദ്ദുൽ ഔസത്ത് ബൈന അശ്ശഅരിൽ ഖദീം വൽ ഹദീസ്. മുത്തനബി, അബൂ തമാം, ഇബ്നു റൂമി, ബഷാർ ഇബ്നു ബുർദ്. ഷാഇറുൻ കാന ശഅറുഹു അൽ ഹദ്ദുൽ ഔസത്ത് ബൈന അശ്ശഅരിൽ ഖദീം വൽ ഹദീസ്. യെസ്, ആരാണ്? ബഷാർ ഇബ്നു ബുർദാണ് അല്ലേ. അബുൽ മുഹ്ദിസീൻ, അബുൽ മുവല്ലിദീൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ആരെ കൂടിയാണ്? ബഷാർ ഇബ്നു ബുർദിനെയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, അൻത വല്ലാഹി യാ ബുനയ്യ അമീറു ശുഅറാഇ ഗദൻ ബഅദി. ഖാലഹു ലിൽ ബുഖ്തരി. ബുഖ്തരിയോട് ഈ വാചകം പറഞ്ഞതാര്? തനബി, ഇബ്നു റൂമി, അബൂ തമാം, ബഷാർ ഇബ്നു ബുർദ്. അൻത വല്ലാഹി യാ ബുനയ്യ അമീറു ശുഅറാഇ ഗദൻ ബഅദി. മുത്തനബി, ഇബ്നു റൂമി, അബൂ തമാം, ബുഖ്തരി. യെസ്, അബൂ തമാം പറഞ്ഞതാണ് അല്ലേ, ശിഷ്യനായ ബുഖ്തരിയോട് അബൂ തമാം പറഞ്ഞ വാചകമാണ്. നെക്സ്റ്റ് ചോദ്യം, അൽ-ലുഗാത്തു സാമിയ, സെമിറ്റിക് ഭാഷകൾ ഏതൊക്കെയാണ്? അൽ അറാമിയ വൽ യൂനാനിയ വൽ അറബിയ, അൽ അറാമിയ വൽ ലാറ്റിനിയ വൽ അറബിയ, അൽ ഇത്വാലിയ വൽ ഇബ്രാനിയ വൽ അറബിയ, അൽ അറാമിയ വൽ കൻആനിയ വൽ അറബിയ. ഇതിൽ സെമിറ്റിക് ഭാഷകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം.
ഓപ്ഷൻ ഡി ആണല്ലേ. അൽ അറാമിയ വൽ കനാനിയ വൽ അറബിയ, ഈ 3 ഭാഷകളുമാണ് സെമിറ്റിക് വംശത്തിൽ വരുന്നത്. നെക്സ്റ്റ് ചോദ്യം. ഷാറുൻ ജാഹിലിയൻ ഉമ്മുഹു ബിൻത് മുഹൽഹൽ, ഇമ്രുൽ ഖൈസ്, അംർ ഇബ്നു കുൽസൂം തഗ്ലബി, അൻതറത്ത് ഇബ്നു ഷദാദ്, സുഹൈർ ഇബ്നു അബി സുലൈമാൻ മുസ്നി. ആരാണ്? അംർ ഇബ്നു കുൽസൂം തഗ്ലബി ആണ് അല്ലേ. അംർ ഇബ്നു കുൽസൂം തഗ്ലബി. നെക്സ്റ്റ് ചോദ്യം. كان يؤمن بالرجعة ويصذب رأي إبليس في تقديم النار على الطين. بشار بن برد، أبو تمام، متنبي، أبو نواس. ബഷാർ ബിൻ ബുർദ്, അബൂ തമാം, മുത്തനബി, അബൂ നുവാസ്. ആരാണ്? ബഷാർ ബിൻ ബുർദാണ് അല്ലേ. ബഷാർ ബിൻ ബുർദാണ്. മീനിങ് ഒന്ന് പറയൂ സാർ. ഇതിന്റെ മീനിങ് എന്താണ്? അതായത് എന്താണ്? പിന്നെ ഇബ്ലീസിന് തീരുമാനം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യില്ല എന്ന ഇബ്ലീസിന്റെ തീരുമാനവും അതിന് അദ്ദേഹം ഉയർത്തിയ ന്യായവും അതിനെ ശരിവെച്ച ആൾ കൂടിയാണ് അദ്ദേഹം. അതുപോലെ റജാത്ത് കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തിരുന്ന ആളാണ്. അതാര് എന്നാണ് ചോദ്യം. അതാരാണ്? ബഷാർ ഇബ്നു ബുർദാണ് കേട്ടോ. നെക്സ്റ്റ് ചോദ്യം. ഷായിറുൻ നഖലൽ ഗസ്ല മിൻ ഔസാഫിൽ മുഅന്നസി ഇലാ ഔസാഫിൽ മുദക്കർ. അബൂ നുവാസ്, അബൂ തമാം, മുത്തനബി, ഇബ്നു റൂമി. ഷായിറുൻ നഖലൽ ഗസ്ല മിൻ ഔസാഫിൽ മുഅന്നസി ഇലാ ഔസാഫിൽ മുദക്കർ. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആണല്ലേ, അബൂ നുവാസ് ആണ് അല്ലേ. അബൂ നുവാസ് ആണ്. നെക്സ്റ്റ് ചോദ്യം. വസ്ഫ് അസ്സുമ്മ ഫി അക്ലത്തി ബിൻ റൂമി. ബിൻ റൂമിയുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയതാരി? ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഖാസിം ബിൻ ഉബൈദില്ല വസീറുൽ മുഅത്തസിം, അൽ ഖലീഫത്തുൽ മഅമൂൻ, ഖലീഫത്ത് അബ്ദുൽ മലിക് ബിൻ മർവാൻ. രസകരമായ സംഭവമാണല്ലേ. വിഷം കലർത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോ ഭക്ഷണ ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് പോന്നപ്പോ അദ്ദേഹം ചോദിക്കുകയാണ് എങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ ഇബ്നു റൂമി പറയുന്നുണ്ട്, എന്താണ്, നിന്റെ പിതാവിന് പോയടത്തേക്കാണ്, അല്ല എവിടത്തേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോ പിന്നെ ഇബ്നു റൂമിയോട് ചോദ്യം അദ്ദേഹം പറയേണ്ടത്, എന്റെ പിതാവിനോടൊന്ന് സലാം പറയണേ എന്ന് പറയുന്നുണ്ട് ഈ വിഷം വെച്ചാണ്. അപ്പൊ ഇബ്നു റൂമി പറയേണ്ടത്, എന്റെ മാർഗം എന്തല്ല, നരകത്തിലേക്കല്ല എന്ന് വായടപ്പം മറുപടി കൊടുക്കുന്നുണ്ട് അല്ലെ. ഖാസിം ബിൻ ഉബൈദില്ല ആണ് അല്ലെ, മുഅത്തസിമിന്റെ മന്ത്രിയായ ഖാസിം ബിൻ ഉബൈദില്ലയാണ് ഇബ്നു റൂമിയുടെ ഭക്ഷണത്തിൽ എന്തായത്, വിഷം കലർത്തിയത്. നെക്സ്റ്റ് ചോദ്യം. ഇമാം ത്വരീഖത്തുൽ ഇബ്തിദായിയ ഫി ശിഅർ അൽ അറബി, അഖ്തലി, അബൂ നുവാസ്, മുത്തനബി, ഫറസ്ദഖ്. إمام الطريقة الابتدائية في الشعر العربي، أخطل، أبو نواس، متنبي، فرزدق. ഫസിയാണ് കേട്ടോ, മുത്തനബിയാണ് അറിയപ്പെടുന്നത്. ഇമാം ത്വരീഖത്തുൽ ഇബ്തിദായി എന്നറിയപ്പെടുന്ന ആരാണ്? മുത്തനബിയാണ്. നെക്സ്റ്റ് ചോദ്യം. ഷാഇറുൻ ഔസാ അൻ യക്തുബ അലാ ഖബ്രിഹി ഹാദൽ ബൈത്ത് ഹാദാ മാ ജനാഹു അബി അലയ്യ വമാ ജനൈതു അലാ അഹദിൻ എന്ന വരികൾ തന്റെ ഖബറിന് മുകളിൽ എഴുതി വെക്കാൻ വേണ്ടി വസിയത്ത് ചെയ്ത കവിയാര്? ബഷാർ ബിൻ ബുർദ്, അബുൽ അലാ അൽ മഅദി, അൽ മുത്തനബി, അൽ ബുഹ്തുരി. അബുൽ അലാ അൽ മഅദിയുടെ വരികളാണ് അല്ലേ, ഹാദാ മാ ജനാഹു അബി അലയ്യ വമാ ജനൈതു അലാ അഹദിൻ എന്നുള്ളത്.
നെക്സ്റ്റ് ചോദ്യം അന്ത അഷ്അറു മിൻ അബി തമാം ഫഖാല മാ യൻഫഉനി ഹാദൽ ഖൗൽ വലാ യദുറു അബാ തമാം ഖീൽ ഹാദാ ഫി വറസ്ദഖ് ബുഹ്തുരി മുതനബ്ബി അബുൽ അൽ മഅദി. ബുഹ്തുരിയെ കുറിച്ചാണ് അല്ലേ? ഇതിന്റെ വേറൊരു വേർഷൻ നമ്മൾ മുമ്പുള്ള ഒരു ക്വസ്റ്റ്യനിൽ ചർച്ച ചെയ്തു. നെക്സ്റ്റ് ചോദ്യം قال عمر بن الخطاب رضي الله عنه متحدثا مع وفد غطفان بأن أشعار شعرائكم عمرو بن كلثوم زهير بن أبي سلمى المزني نابغة الذبياني طرفة بن العبد. പിന്നെ ഗത്ഫാൻ ഗോത്രക്കാരോട് സംസാരിക്കെ ഉമർ റളിയല്ലാഹു അൻഹു അവരിലെ ഏറ്റവും മികച്ച കവിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ആരാണെന്നാണ് ചോദ്യം. عمرو بن كلثوم زهير بن أبي سلمى المزني النابغة الذبياني طرفة بن العبد. സുഹൈർ ബിൻ അബീ സുൽമാൻ അൽ മുസ്നിയാണ് അല്ലെ? ബനു ഖത്ഫാൻ ഗോത്രത്തിലാണ് അദ്ദേഹം വളർന്നു വരുന്നത് എന്നുള്ളതും ചേർത്ത് മനസ്സിലാക്കുക. നെക്സ്റ്റ് ചോദ്യം രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്, ഇത് നമ്മൾ പറഞ്ഞതല്ലേ, സോറി. അടുത്ത ചോദ്യം യഖ്സുദു ജരീർ ബിശഅരിഹി ഇന്ന ലനർജുൽ ഇദാമൽ ഗൈസ് അഖ്ലഫ്ന മിനൽ ഖലീഫത്തി മാ നർജു മിനൽ മത്വരി. അബ്ദുൽ മലിക് ബിൻ മർവാൻ, സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്, ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഹിഷാം ബിൻ അബ്ദുൽ മലിക്. ഈ കവിത കൊണ്ട് ജരീർ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. അബ്ദുൽ മലിക് ബിൻ മർവാൻ, സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്, ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഹിഷാം ബിൻ അബ്ദുൽ മലിക്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണ് കേട്ടോ. ഉമർ ബിൻ അബ്ദുൽ അസീസ് അധികാരം ഏറ്റെടുത്തപ്പോ ജരീർ എന്താണ് ഒരു സംഘത്തോടൊപ്പം ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്താണ് കാണാൻ പോകുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട് കവികൾക്കൊരു വിഹിതം പൊതുവെ എന്താവാറുണ്ട്, ഖലീഫമാരൊക്കെ ബൈത്തുൽ മാലിന് തരാറുണ്ട്, അത് തരണം എന്നുള്ള അത് ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നുള്ള ആഗമന ഉദ്ദേശമൊക്കെ അറിയിക്കുന്നുണ്ട്. പക്ഷെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നു, ബൈത്തുൽ മാലിൽ നിന്ന് ഒരു ചില്ലിക്കാശ് എന്ത് തരില്ല, കവികൾക്ക് തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം കുറെ ചോദിച്ചെങ്കിലും ഒന്നും തന്നെ കൊടുക്കാതെ മടക്കി വിട്ടു എന്നുള്ളതാണ്. അങ്ങനെ വാതിൽക്കൽ വെച്ച് കുറെ കവിത പാടിയ കൂട്ടത്തിൽ പാടിയ വരികളാണ് ഇത്. ഇന്ന ലനർജു ഇദാമൽ ഗൈസു അഖ്ലഫ്ന മിനൽ ഖലീഫത്തി മാ നർജു മിനൽ മത്വരി എന്ന് പറയുന്ന വരി. നെക്സ്റ്റ് ചോദ്യം അയ്യനൽ ജവാബ് സ്വഹീഹ് അൻ തസ്രീഹൈനിൽ മദ്കൂറൈൻ അബ്നാഹു. അശാറുൽ ജാഹിലി യുഅബ്ബറു അൻ ശിക്രി അൻ ശഅരിഹി നട്ടോ وشتى معاني نفسه وجسمه بالمادية المحسوسة عن طريق التشبيه والتمثيل. ചോദ്യം ശരിക്കും മനസ്സിലാക്കണേ. الشاعر الجاهلي لا يعمد إلى المادية المحسوسة ولا يجعل لها أداة للتعبير عن خوالج النفس وعواطف الفؤاد. ജാഹിലിയ കവിതകളുടെ ഒരു സവിശേഷതയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളാണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ് ആൻസർ അല്ലേ? ഒന്നാമത്തേത് ശരിയാണ്. ഷാറുൽ ജാഹിലി യുഅബ്ബറു അൻ ശഅരിഹി വശത്ത മആനി നഫ്സിഹി വജിസ്മിഹി ബിൽ മാദ്ദിയ അൽ മഹ്സൂസ അൻ തരീഖ് തശ്ബീഹി വത്തംസീൽ. അല്ലേ, തശ്ബീഹും തംസീലൊക്കെ ഉപയോഗിച്ച് മാദ്ദിയായ കാര്യങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കവിതയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇംറുൽ ഖൈസിന്റെ കവിതയൊക്കെ നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നതാണ് ലാ യഅ്മദു ഇലൽ മാദ്ദിയ അൽ മഹ്സൂസ എന്നുള്ളതാണ്. അവിടെ തെറ്റാണത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം ذهبت قريش بالمفاخر كلها واللؤم تحت عمائم الأنصار. ഇവരി പാടിയതാര്? റസ്ദഖ്, ജരീർ, അഖ്തലി, ജമീൽ ബിൻ മഅ്മർ. ഓപ്ഷൻ സി ആണല്ലേ, അഖ്തലിന്റെ വരികളാണ്. ذهبت قريش بالمفاخر كلها
വൽഉമ്മു തഹ്ത അമാഇമൽ അൻസ്വാരി എന്ന് പറയും. അവ്വൽ ഷാഇറിൻ തകസ്സബ ബിശഅരിഹി ആഷ അൽ അക്ബർ അംർ ഇബ്നു കുൽസൂം ഇംറുഉൽ ഖൈസ് ലബീദ് ഇബ്നു അബി റബിയ. കവിത കൊണ്ട് സമ്പാദിച്ച ആദ്യത്തെ കവിയായിരുന്നാണ് ചോദ്യം. യെസ്, ആഷ മൈമൂൻ ഇബ്നു ഖൈസ് ആണല്ലേ അദ്ദേഹമായി അവ്വലുമൻ തകസ്സബ ബിശഅരിഹി എന്ന് പറയുന്നു. നെക്സ്റ്റ് ചോദ്യം. ينشق نور الهدى عن نور غرته كالشمس ينجاب عن إشراقها. ഇതാരെ മദഹ് ചെയ്ത് പാടിയതാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലി ഇബ്നു ഹുസൈൻ, ഉമറുൽ ഫാറൂഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരുടെ വരികളാണ്? റസ്ദഖിന്റെ വരികളാണ് അല്ലെ. റസ്ദഖ് എപ്പോഴാണ് ഇത് പാടുന്നത്? അലി ബിൻ ഹുസൈന് ആരാണ് ഈ വന്നതെന്ന് ചോദിക്കുമ്പോ ഹിഷാം അബ്ദുൽ മലിക് അല്ലെ. ഹജ്ജിന്റെ വേളയിൽ അലി ഇബ്നു ഹുസൈൻ വരുമ്പോൾ ജനങ്ങളൊക്കെ എന്താകുന്നുണ്ട്? രണ്ട് ഭാഗത്തേക്കായി മാറി നിന്ന് അദ്ദേഹത്തിന് ഹജറുൽ അസ്വദിന്റെ അരികിലേക്ക് എത്താനുള്ള വഴിയൊരുക്കി കൊടുക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഹിഷാം അബ്ദുൽ മലിക് റസ്ദഖിന്റെ ഉള്ളൊന്ന് എടുക്കാൻ വേണ്ടി ചോദിച്ചതാണ് ഇതാരാണ് വരുന്നത് എന്ന്. അപ്പോൾ റസ്ദഖ് എന്താണ് അവിടുന്ന് കവിത പാടും തുടങ്ങുന്ന ഒരു കവിത പാടുന്നുണ്ട്. ആ കവിതയുള്ള വരിയാണിത്. ഓക്കെ, ചോദ്യം. ഇംറുൽ ഖൈസ്, സുഹൈർ ഇബ്നു അബി സുൽമാൻ അൽ മുസ്നി, ഉർവത്ത് ഇബ്നുൽ വർദ്, അന്നാബിഗ, ദറാമിയ, സഅലൂക്ക്, യൗമുൽ ഗസീർ, ഉമ്മു ഔഫ. നോക്കാം. ഓപ്ഷൻ എ ആണല്ലേ. ഇംറുൽ ഖൈസ്, യൗമുൽ ഗദീർ, സുഹൈർ ഇബ്നു അബി സുൽമാൻ അൽ മുസ്നി. ഏതാണ് സുഹൈർ? ഉമ്മൗഫയാണ്. ഉർവത്ത് ഇബ്നുൽ വർദ് സഅലൂക്കാണ്. നാബിഗ സിബിയാനി ദറാമിയാണ്. നെക്സ്റ്റ് ചോദ്യം. ഷാഇറുല്ലദി യുഅദ്ദു മിൻ ശുറാഇൽ ബിലാദ്. താഴെ തന്നിരിക്കുന്നതിൽ കൊട്ടാര കവി എന്ന് കണക്കാക്കപ്പെടുന്ന അതാര്? നാബിഗ സിബിയാനി, അംർ ഇബ്നു കുൽസൂം, ഹാത്തിം അത്വാഇ, തഅബ്ബത്ത് ശർറ. യെസ്, ആരാണ്? നാബിഗ സിബിയാനിയാണ് അല്ലെ. നെക്സ്റ്റ് ചോദ്യം. فلما أجزنا ساحة الحي قلنا لي ألم تسقي الأعداء والليل مقمرا. ഈ കവിത ആരുടേതാണ്? ഉമർ ഇബ്നു അബി റബിയ, ഇംറുൽ ഖൈസ്, കഅബ് ഇബ്നു സുഹൈർ, ജരീർ. ആരാണ്? ഉമർ ഇബ്നു അബി റബിയയുടെ വരികളാണ് കേട്ടോ. ഉമർ ഇബ്നു അബി റബിയയുടെ വരികളാണ്. നെക്സ്റ്റ് ചോദ്യം. അലാഹിബി ബിസഹ്നിക ഫസ്ബഹീന വലാ തബ്ഖി ഖുമൂറൽ അൻദരീന. ഇതാരുടെ വരിയാണ്? അംർ ഇബ്നു കുൽസൂം, സുഹൈർ ഇബ്നു അബി സുൽമ, തഅബ്ബത്ത് ശർറ, നാബിഗത്ത് സിബിയാനി.
അമ്രുബ്നു കുൽസൂം തഗ്ലബിയുടെ വരികളാണല്ലേ. അലാ ഹിബ്ബി ബിസ്വഹ്നിക ഫസ്ബഹീന വലാ തബ്ഖിൽ ഖുമൂറിൽ അൻദരീന എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. ഇനി നെക്സ്റ്റ് ആദൻതനാ ബൈനഹ അസ്മാഉൻ റുബ്ബ സാവിൻ യമുല്ലു മിൻഹു സബാഉ. ഇത് ഏത് ബഹറിലുള്ള ബൈത്താണെന്നാണ് ചോദ്യം. ഖഫീഫ്, തൊവീല്, കാമില്, മദീദ്. ഖഫീഫാണ് അല്ലേ. അത് ബഹറുൽ ഖഫീഫാണ്. നെക്സ്റ്റ് ചോദ്യം ആണ്. അമ്രുബ്നു കുൽസൂം, ഹാരിസ് ബിൻ ഹില്ലിസ അൽ യഷ്കുരി, അൻതറത്ത് ബിൻ ഷദാദ് അൽ അബ്സി, സംഅൽ ബിൻ ആദിയ. പാർട്ട് ബി ഖസീദത്തുൽ ഹംദിയ, ഖംറുൽ അൻദരീൻ, സാഹിബുൽ ഹുസ്നിൽ മഅറൂഫ് ബിൽ അബ്ലഖ്, ബത്ൽ ദാഹിസ് വൽ ഖബ്റാ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ ബി അല്ലേ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അതായത് അമ്രുബ്നു കുൽസൂം തഗ്ലബി ഏതിലാണ് വരിക? ഹംറുൽ അൻദരീന. ഖുമൂറുൽ അൻദരീൻ അല്ലേ. വലാ തബ്ഖി ഖുമൂറുൽ അൻദരീൻ നമ്മൾ പറഞ്ഞു. ഹാരിസ് ബിൻ ഹില്ലിസ അൽ യഷ്കുരി, ഖസീദത്തു ഹംസിയ. അൻതറത്ത് ബിൻ ഷദാദ് അൽ അബ്സി, ബത്ൽ ബത്ൽ ദാഹിസ് വൽ ഖബ്റാ. സംഅൽ ബിൻ ആദിയ, സാഹിബുൽ ഹുസ്നിൽ മഅറൂഫ് ബിൽ അബ്ലഖ്. ലൈസ മിൻ അസ്ഹാബിൽ മുഅല്ലഖാത്ത്. നാബിഗ അൽ-ബിയാനി, തുറഫത്ത് ബിൻ അബ്ദ്, ദുറൈദ് ബിൻ സുമ്മ, ഹാരിസ് ബിൻ ഹില്ലിസ അൽ യഷ്കുരി. ഈസിയാണല്ലേ. ദുറൈദ് ബിൻ സുമ്മത്താണ്. നെക്സ്റ്റ് ചോദ്യം ഐൻ മിമ്മ യലി ഷാഇറൻ ജാഹിലിയൻ യുഅദ്ദു മിൻ ജനാഇൽ അറബ് വഅഖ്ദിബത്തുഹും. ആഷ ഖൈസ്, സുഹൈർ ബിൻ അബി സുൽമാൻ അൽ മുസ്നി, അൻതറത്ത് ബിൻ ഷദാദ് അൽ അബ്സി, ലബീദ് ബിൻ അബി റബിഅ. ആരാണ്? അൻതറത്ത് ബിൻ ഷദാദ് അൽ അബ്സി അല്ലേ. അൻതറൽ അബ്സി. നെക്സ്റ്റ് ചോദ്യം വലശ്രിബ് ഇൻ വറദ്നൽ മാഅ സഫവ വയശ്രിബ് ഗൈറന കദ്റൻ വത്വീന എന്ന് പാടിയതായിരുന്നു. ലബീദ് ബിൻ അബി റബിഅ, നാബിഗത്ത് അൽ-ദിബിയാനി, അംർ ബിൻ കുൽസൂം അത്ത്-തഗ്ലബി, ഇംറുൽ ഖൈസ്. അംർ ബിൻ കുൽസൂം അത്ത്-തഗ്ലബിയുടെ വരികളാണ് അല്ലേ. ബഹറുള്ള വരികൾ കൂടിയാണ്. ഞങ്ങൾ എന്താണ്? തെളിഞ്ഞ വെള്ളമാണ് കുടിക്കുക. ഞങ്ങളല്ലാത്തവരോ കലങ്ങിയ മണ്ണ് കലർന്ന വെള്ളമായിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ചോദ്യം ഐനൽ ജവാബ് സ്വഹീഹ് അൻ തസ്രീഹൈനിൽ മദ്കൂറൈൻ അദ്നാഹു. التشبيه عند الشاعر الجاهلي من مقومات الكلام الأساسية وهو يعتمده اعتمادا ويرتكز عليه ارتكازا. Statement 2 أما موضوعات الشعر الجاهلي فهي البيئة في شتى صورها ولا سيما البيئة الصحراوية بأرضها وسمائها. ജാഹിലിയ കവികളുടെ അടുക്കൽ തഷ്ബീഹ് എന്ന് പറയുന്നത് അവരുടെ കലാമിന്റെ ഒരു അസാസ് പോലെ തന്നെയാണ് അല്ലെ. അടിസ്ഥാനപരമായി
അവർ ചെയ്യുന്ന സംസാരങ്ങളുടെ ഭാഗമായി ഉള്ളതുപോലെ തന്നെയാണ്. അതിനവരെ ആശ്രയിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ഒന്നാമത്തത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ജാഹിലിയ കവിതകളിലെ വിഷയങ്ങൾ, പ്രമേയങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ബിഅത്തിനെ, ചുറ്റുപാടുകളെ കൂടി പരിഗണിച്ചുകൊണ്ടും അതിനെ ചിത്രീകരിച്ചുകൊണ്ടുള്ളതുമാണ് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് മരുഭൂ കേന്ദ്രീകൃതമായുള്ള അതിന്റെ ആകാശഭൂമികളുടെ വർണ്ണനകളും അതിന്റെ സവിശേഷതകളൊക്കെ അതിലെന്താവാറുണ്ട്, കടന്നു വരാറുണ്ട് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ അനുസരിച്ച് രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ്. നെക്സ്റ്റ് ചോദ്യം. ലൈസ മിൻ ശുഅറാഇ നഖാഇൽ. ജരീർ, അഖ്തൽ, ജമീൽ ഇബ്നു മഅമർ, ഫറസ്ദഖ്. ജമീൽ ഇബ്നു മഅമർ ആണ് അല്ലേ? നെക്സ്റ്റ് ചോദ്യം. മാസാല ഹാദൽ ഖുറശിയു യഹ്ദി ഹത്താ ഖാല അശ്ശഅർ. ഇതാരുടെ വാചകമാണ്? ഫറസ്ദഖ്, അഖ്തൽ, അബ്ദുറഹ്മാൻ ബിൻ ഹക്കീം, ജരീർ. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? ഉമർ ബിൻ അബി റബിയയെ ഉമർ ബിൻ അബി റബിയെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? മാസാല ഹാദൽ ഖുറശിയു യഹ്ദി ഹത്താ ഖാല അശ്ശഅർ. യെസ്, ജരീറിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ജരീറിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് ചോദ്യം. കഅന്നമൽ ഫളത വൽ ബൈദഅ സായിലതൻ മനിസ്സബാഇകി തജ്രി ഫീ മജാരിഹ. ബുഖ്തരിയുടെ വരികളാണ് ഫീ വസ്ഫിൽ ബിർക. ബിർക്കത്തിന് വസ്ഫ് ചെയ്തു എന്നുള്ള ആരുടെ ബിർക്കത്ത് എന്നാണ് ചോദ്യം. മുതവക്കിൽ, സൈഫുദ്ദൗല, മുഅത്തദിദ്, അബ്ദുൽ മലിക് ബിൻ മർവാൻ. നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു അല്ലേ, മുതവക്കിലിന്റെ ബിർക്കത്തിനെ കുറിച്ചും ഒക്കെ അത് എന്താണ് വസ്ഫ് ചെയ്ത് പാടിയിട്ടുണ്ട് എന്നുള്ളത് പഠിച്ചു. നെക്സ്റ്റ് ചോദ്യം. കഅന്ന മുസാറന്ന ഖൈഫ ഉകാറ ഉസിന അസിയാഫുന ലൈലൻ തുഹാവി കവാക്കിബുഹു എന്നുള്ള വരികൾ ആരുടേതാണ്? ഫറസ്ദഖ്, ബഷാർ ഇബ്നു ബുർദ്, ഇബ്നു റൂമി, അബുൽ അൽ മഅദി. കഅന്ന മുസാറന്ന ഖൈഫ ഉകാറ ഉസിന അസിയാഫുന ലൈലൻ തുഹാവി കവാക്കിബുഹു. ബഷാർ ഇബ്നു ബുർദിന്റെ വരികളാണല്ലേ? ഇബ്നു റൂമിയല്ല, ബഷാർ ഇബ്നു ബുർദിന്റെ വരികളാണ് കേട്ടോ. കണ്ണു കാണാത്ത ബഷാർ യുദ്ധരംഗത്തെ ചിത്രീകരിച്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കവിത കൂടിയാണിത്. അദ്ദേഹം പറയാണ്, കഅന്ന മുസാറന്ന ഖൈഫ ഉഖാറ ഊസിന. പൊടിപടലങ്ങളൊക്കെ ഞങ്ങളുടെ തലക്ക് മുകളിലൂടെ ഇങ്ങനെ പാറിപ്പറക്കുകയാണ്. അന്തരീക്ഷത്തിൽ എന്താണ്, രണഭൂമിയിൽ പരസ്പരം ഒന്നും കാണാൻ കഴിയുന്നില്ല, തിരിച്ചറിയാൻ പറ്റുന്നില്ല. മുഴുവൻ എന്താണ്, പൊടിപടലങ്ങളാണ്. ലൈലൻ തുഹാവി കവാക്കിബു. ഞങ്ങളെ വാളുകളോ ഇരുളുള്ള രാത്രിയിൽ നക്ഷത്രങ്ങളെ പോലെ ഇങ്ങനെ ആ പൊടിപടലങ്ങൾക്കിടയിൽ തിളങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആര് പാടിയതാണ്? ബഷാർ ഇബ്നു ബുർദ് പാടി. കണ്ണ് കാണാത്ത ബഷാർ ഇബ്നു ബുർദ് യുദ്ധത്തെ, അതിന്റെ ആ ഒരു വന്യതയെ അത്ര മനോഹരമായി ഇമാജിൻ ചെയ്ത് എഴുതി എന്നുള്ളതാണ് ഏറെ ആശ്ചര്യപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ചോദ്യം. വയശീറു ബികമ്മിഹി ഇൻദ കുല്ലി ബൈത്തിൻ വയഖൂലു അഹ്സൻത വല്ലാഹി ثم يقبل المستمعين قائلا ما لكم لا تقولون احسنت. ഇതാരാണ് പ്രകാരം ചെയ്തിരുന്നത്? അബൂ നവാസ്, ബുഖ്തുരി, അബുൽ അൽ മഅദി, ബഷാർ ഇബ്നു ബുർദ്. ബഖ്തുരിയാണ് അല്ലെ? അതായത് കുപ്പായത്തിന്റെ കൈയൊക്കെ ഒന്ന് എന്താക്കും, ഒന്ന് ശരിയാക്കും, എന്നിട്ട് കവിത പാടിക്കഴിഞ്ഞാൽ പറയുന്നത് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് പറയും. അദ്ദേഹത്തെ തന്നെ പുകഴ്ത്തി പറയും, അഹ്സൻതു വല്ലാഹി. എന്നിട്ട് ശ്രോതാക്കളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിക്കും, നിങ്ങൾ എന്തേ അഹ്സൻത എന്ന് പറയാത്തത് എന്ന് ചോദിക്കും. ഇതാരാണ്? ബഖ്തുരിയാണ് കേട്ടോ. നെക്സ്റ്റ് ചോദ്യം. ഔസാബി അൻ യക്തുബ അലാ ഖബ്രിഹി ഹാദൽ ബൈത്ത് ഹാദാ ജനാഹു അബി അലിയ വമാ ജനൈതു അലാ അഹദിൻ. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു തവണ കൂടി ഡിസ്കസ് ചെയ്താണ്, ഇന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ചോദ്യം. വഹീദും മിൻ ഖുല്ലാനിൻ ഫീ കുല്ലി ബൽദത്തിൻ ഇദാ അലമൽ മത്ലൂബു ഖല്ലൽ മസായിദു എന്ന് പാടിയതാര്?
وحيد من خلان في كل بلدة إذا عظم المطلوب قل المصاعد. عمر بن أبي ربيعة, ابن الرومي, بشار بن برد, المتنبي. നമുക്ക് നോക്കാം ആരാണ്. മുത്തനബിയുടെ വരികളാണ്. മുത്തനബിയുടെ വരികളാണ് അല്ലെ. നെക്സ്റ്റ് ചോദ്യം. അന വ അബൂ തമാം ഹക്കീമാനി വശാഇറു ഹുവൽ ബഖ്തുരി. കഅബ് ബിൻ സുഹൈർ, അബൂ തമാം, അബുൽ അൽ മഅരി, മുത്തനബി. അന വ അബൂ തമാം ഹക്കീമാനി വശാഇറു ഹുവൽ ബഖ്തുരി. ഇതാരുടെ വാക്കാണ്? കഅബ് ബിൻ സുഹൈർ, അബൂ തമാം, അബുൽ അൽ മഅരി, മുത്തനബി. യെസ്, മുത്തനബിയുടെ വാക്കാണ് കേട്ടോ. മുത്തനബി പറയുന്നതാണ്. ഞാനും അബൂ തമാം എന്താണ്? തത്വജ്ഞാനികളാണ്. കവി എന്ന് പറയുന്ന ആരാണ്? ബഖ്തുരിയാണ്. നെക്സ്റ്റ് ചോദ്യം. الشاعر الذي اشترى عمر بن الخطاب رضي الله عنه أعراض المسلمين ب3,000 درهم ليكف عن قليل الشعر. 3000 ദിർഹം കൊടുത്ത് മുസ്ലിങ്ങളുടെ അഭിമാനത്തെ ഉമർ റളിയല്ലാഹു അൻഹു സംരക്ഷിച്ചത് വാങ്ങിയത് ആരിൽ നിന്നാണ്? കവിത എഴുതുന്നത് അവരെ അദ്ദേഹത്തെ തടയാൻ വേണ്ടിയിട്ട് ഹിദായ ചെയ്തിട്ട്. ബർഖാൻ ബിൻ ബദർ, ഹസ്സാൻ ബിൻ സാബിത്ത്, അംർ ബിൻ മഅദി യക്രിബ്, അൽ ഹുതൈഅ. യെസ്, ആരാണ്? ഹുതൈഅ ആണ് അല്ലേ. ഹുതൈഅയിൽ നിന്നാണ്. السوق الذي كانت تقام في الأشهر الحرم ويصل إليها زعماء العرب وأمراء القول للمتاجرة والمنافرة ومفادات الأسارة وأداء الحج. سوق قال، سوق المجنة، سوق المجاز، سوق المربد. സൂക്ക് ഉക്കാദാണ് അല്ലെ. സൂക്ക് ഉക്കാദിനെ കുറിച്ചാണ് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം. قال الأبيات التالية وهل نافع أن ترفع الحجب بيننا فدون الذي أملت منك حجاب وفي النفس حاجات وفيك فطانة سكوتي بيان عندها وخطاب. ഇതാരുടെ വരികളാണ്? അബൂ നുവാസ്, അബൂ തമാം, ബഖ്തുരി, മുത്തനബി. മുത്തനബിയുടെ വരികളാണ് അല്ലെ. മുത്തനബിയുടെ വരികളാണ്. ഓക്കെ, ഇതൊക്കെ ഹസൻ സിയാത്തിലുള്ള വരികളാണ് കേട്ടോ, അരക്കുറെ. നെക്സ്റ്റ് ചോദ്യം. അലാ അയ്യുഹൽ ലൈലു ത്വവീലു അലഞ്ജലി ബിസുബ്ഹിൻ വമൽ ഇസ്ബാഹു മിൻക ബിഅംസലി എന്ന് ഇംറുൽ ഖൈസ് പാടുന്നുണ്ട്. ഈ ബൈത്ത് ഉൾക്കൊള്ളുന്നത് എന്തിനാണ്? തമന്നി, അന്നുസ്ഹ വൽ ഇർഷാദ്, അദ്ദുആ വത്തഹ്ദീദ്. തമന്നിയാണല്ലേ, അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളാണ്, നടപ്പാണെന്നല്ല. സലാമത്ത് ബിൻ ജുദ്ദൽ, ഷംഫറ, ലസ്ദി, തഅബത്ത് ശർറ, ഉർവത്ത് ബിൻ ബർദ്. സലാമത്ത് ബിൻ ജുദ്ദലാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. അൽ അദബ് അൽ അറബി الذي ساد في صدر الدولة العباسية أيضا يسمى أدب القديم، أدب المولد، أدب العراقي، أدب المخضرم.
ബാസിയ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ അറബ് സാഹിത്യത്തെ നയിച്ചിരുന്ന ഒരു സവിശേഷമായ സാഹിത്യം ഏതാണ് എന്നാണ് ചോദ്യം. അദബുൽ ഖദീം, അദബുൽ മുവല്ലിദ്, അൽ അദബുൽ ഇറാഖി, അൽ അദബുൽ മുഖ്തറം. അദബുൽ മുവല്ലിദ് ആണ് അല്ലെ, അദബുൽ മുവല്ലിദ് ആണ്. അസ്സഹീഹ് ഫീമാ യലി, ശരിയായി സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഉമർ ബിൻ അബി റബിയ മിൻ ഷുറാഇൽ ഗസൽ അൽ ഉസ്രി, ജമീൽ ബിൻ മഅമർ വഅർവത്ത് ബിൻ ഉസൈന മിൻ ഷുറാഇൽ ഗസൽ അൽ ഫാഹിഷ്, ഖൈസ് അൽ ആമിരി വകസീർ ഉസ്സ മിൻ ഷുറാഇൽ ഫഖർ. ജമീൽ ബിൻ മഅമർ, കസീർ ഉസ്സ മിൻ ഷുറാഇൽ ഗസൽ അൽ ഉസ്രി. യെസ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലെ. ജമീൽ ബിൻ മഅമറും കസീർ ഉസ്സയൊക്കെ എന്താണ് ഷുറാഉൽ ഗസലുൽ ഉസ്രിയിൽ വരുന്നതാണ് എന്നുള്ളതാണ്. ലൈസ മിൻ ഷുറാഇൽ മുഅല്ലഖാത്തി സബഅ, സപ്തകാവ്യങ്ങൾ എഴുതിയ കവികളിൽ പെടാത്തതായി. ലബീദ് ബിൻ റബീഅ ആമിരി, നാബിഗത്തു സിബിയാനി, തുറഫത്ത് ബിൻ അബ്ദ്, അൽ ഹാരിസ് ബിൻ ഹില്ലിദ അൽ യഷ്കുരി. ആരാണ്? നാബിഗ സിബിയാനിയാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വരും. മഖദ അഹ്സന ഫിൽ ഇഖ്തിയാരി ജദ്ദ അൽ ഇഹ്സാൻ ഹത്താ ഖീല ഇന്നഹു ഫി ഇഖ്തിയാരിഹി അബ്ലഗ മിൻഹു ഫി ശഅരിഹി. അബൂ തമാം ബുഹ്തുരി, അബുൽ അലാ അൽ മഅരി, ഇബ്ൻ അൽ മുഅ്തസ്. അബൂ തമാമിന്റെ വരികളാണ് കേട്ടോ. അബൂ തമാമിന്റെ വരികളാണ്. സിൻസിയാത്തിൽ നിന്നുള്ള ഇബാറത്താണ് കേട്ടോ ഇത്. ഓക്കെ. വഇന്ന ശിഫാഇ അബ്റത്തും മുഹറഖത്തുൻ ഫഹൽ ഇൻദ റസ്ബിൻ ദ ഇസ്മിൻ മഅവ്വലി എന്ന് പാടിയതാരി. സുഹൈർ ബിൻ അബി സുൽമാൻ അൽ മുസ്നി, ഇംറുൽ ഖൈസു, തഅബ്ബത്ത് ശർർ, കഅബ് ബിൻ സുഹൈർ. എന്റെ ശമനം എന്ന് പറയുന്നതാണ് ഒഴുകിയൊലിക്കുന്ന സജലമാവുന്ന കണ്ണുനീരാണ്. അതല്ലാതെ ഈ ബാക്കിയായി ശേഷിക്കുന്ന വീടിന്റെ ഓർമ്മകൾക്ക് ഫഹൽ ഇൻദ റസ്ബിൻ ദാരിസിൻ മഅവ്വലി, മറ്റെന്ത് അവലംബമുണ്ട്, ആശ്രയമുണ്ട് എന്ന് ചോദിക്കണം അല്ലെ. ഇമ്രുൽ ഖൈസിനോട് കരയില്ലേ എന്ന് ആശ്വസിപ്പിക്കുന്ന സുഹൃത്തുക്കളോട് ഇമ്രുൽ ഖൈസ് പറയുന്ന ഒരു മറുപടിയാണ്. അൻഷദ് അംർ ബിൻ കുൽസും മുഅല്ലഖതഹു ബഅദ അൻ ഖത്ലി അംർ ബിൻ ഹിന്ദ്, അൽ മുൻസിർ ബിൻ നുഅ്മാൻ, സൈഫ് ബിൻ സി യസിൻ അൽ ഹുമൈരി, അൻ നുഅ്മാൻ ബിൻ മുൻസിർ. യെസ്, അംർ ബിൻ ഹിന്ദിനെ കൊന്ന ശേഷമാണ് അല്ലെ. ലൈസ മിൻ അസ്ഹാബിൽ മുഅല്ലഖാത്ത് ലബീദ് ബിൻ റബീഅ, നാബിഗത്ത് സിബിയാനി, തുർഫത്ത് ബിൻ അബ്ദ്, അൽ മുറഖിഷ് അൽ അക്ബർ. യെസ്, ഓപ്ഷൻ ഡി ആണല്ലേ, അൽ മുറഖിഷ് അൽ അക്ബർ. ഷാറുൽ ജാഹിലി അഷ്ശൻഫരി, ഷുറാ സഅലിക്, ഷുറാ അൽ മുഅല്ലഖാത്ത്, അസ്ഹാബ് അൽ ഹൗലിയാത്ത്, ഷുറാ അൻ നഖായിൽ. യെസ്, ഷുറാ സഅലിക്കിൽ വരുന്നതാണ് അല്ലേ അൻഫരി. നെക്സ്റ്റ് ചോദ്യം. ഹസ്സാൻ ബിൻ സാബിത്ത്, ഫറസ്ദഖ്, മുത്തനബി, ഇബ്നു ഖഫാജ, ഷായറുൽ അബ്ബാസി, ഷായറുൽ മുഖ്തറം, ഷായറുൽ ഉംദുലസി, ഷായറുൽ ഉമ്മവി. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഓപ്ഷൻ എ ആണല്ലേ. ഹസ്സാൻ ബിൻ സാബിത്ത്, ഷായറുൽ മുഖ്തറം, ഫറസ്ദഖ്, ഷായറുൽ ഉമ്മവി, മുത്തനബി, ഷായറുൽ അബ്ബാസി, ഇബ്നു ഖഫാജ, ഷായറുൽ ഉംദുലസി. പിന്നെ ഷുറാ അൽ ഉസ്രിയീൻ
عمر بن أبي ربيعة أحبسي جميل بن معمر ملك بن يزيد. യെസ് ഓപ്ഷൻ സി ആണല്ലേ, ജമീൽ ബിൻ മഅ്മർ ആണ് ഗസ്വലുൽ ഉജ്രിയുടെ ആൾ. ബഖിയ ഷാഇറാനി യതഹാജിയാനി തിബാല ഹയാത്തിഹിമ വഹുമ ജരീർ വൽ അഖ്തൽ ഫറസ്ദഖ് വൽ അഖ്തൽ ജരീർ വൽ ഫറസ്ദഖ് ജരീർ വഗസ്സാൻ. ജരീറും ഫറസ്ദഖാണ് കൂടുതൽ കാലം നടന്നത്. ഓക്കെ. ينتمي الشاعر إلى أسرة كانت من أغنى أسر قريش وأعزها شرفا. أختلف فرزدق جميل بن معمر عمر بن أبي ربيعة. ഉമർ ബിനു അബി റബിയാണ് അല്ലെ, വലിയ സമ്പന്ന കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഹബീബത്തു ജമീൽ ബിൻ ഉമർ ബുസൈന തൻതമി ഇലാ ഖബീല ഖുലാഅ തമീം ഖത്ഫാൻ തഗ്ലബ്. ഓപ്ഷൻ എ ആണ് കേട്ടോ, ഖുലാ ഗോത്രക്കാരിയാണ്, ബനു ഖുലാ ഗോത്രക്കാരിയാണ്. നെക്സ്റ്റ് الشاعر الذي غلب عليه عمر بن عبد العزيز بتشبيبه ببنات السادات والخلفاء ونفاه إلى جزيرة مصبع إريتريا. جميل بن معمر جرير عمر بن أبي ربيعة الفرزدق. യെസ്, ആരാണ്? ഉമർ ബിൻ അബി റബിയ ആണ് അല്ലെ. ظهرت النقاد في الشعر العربي لأول مرة في العصر العباسي أموي إسلامي جاهلي. ഇതേ ചോദ്യം വന്നതാണ് മുമ്പ്, എന്നിട്ടും കുറെ ആളുകൾ ആൻസർ തെറ്റിക്കുന്നു. ظهرت النقائد في الشعر العربي لأول مرة في العصر العباسي أموي إسلامي جاهلي. ഇസ്ലാമിയാണ് കേട്ടോ, സോറി ഇസ്ലാമിയാണ്. الشاعر الذي قضى حياته عزبا ومكتفيا بالنباتات والفواكه أبو نواس أبو الأعلى المعري بن الرومي المتنبي. യെസ്, അബു الأعلى المعري ആണ് അല്ലെ. هجوت جريرا فاستصغرني وأعرض عني ولو رد علي لكنت أشعر الناس. ഇതാരുടെ വാചകമാണ്? ഫറസ്ദഖ് ബിൻ മുഅത്തസ് ബഷാർ ബിൻ ബുർദ് ബിൻ റൂമി. ബഷാർ ബിൻ ബുർദിൻ്റെതാണ് അല്ലെ, നമ്മളിത് വിശദമായി പറഞ്ഞു. لا عنك لومي فإن اللوم إغراء داويني بالتي كانت هي الداء എന്ന് പാടിയതാരും? ബുനുവാസ്, ബഹ്തുരി, മുത്തനബി, ബിൻ റൂമി. യെസ്, അബൂനുവാസിന്റെ വരികളാണ് കേട്ടോ, അബൂനുവാസിന്റെ വരികളാണ്. സിൽമ ഫിൽ അമൂദ് അലിഫ് മഅൽ ദിഹിമ ഫിൽ അമൂദ് ബ. അബൂനുവാസ്, അബൂ തമാം, ഇബ്ൻ റൂമി, മുത്തനബി, ബഗ്ദാദ്, കൂഫ, അഹ്വാദ്, ജാസിം.
യെസ്, സി ആണ് ആൻസർ അല്ലേ. അബു നുവാസ് അഹ്വാസ്, അബു തമാം കൂഫ, ബിൻ റൂമി ബഗ്ദാദ്, മുത്തനബി ജാസിം എന്ന ഗ്രാമത്തിലാണ്, ഫി ഖറിയത്ത് ജാസിമിലാണ് മുത്തനബി ജനിക്കുന്നത്. ഇത്രയുമാണ് ഒന്നാം യൂണിറ്റുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഏറെക്കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അസ്ലിയാത്ത് പറ്റുമെങ്കിൽ ഒന്ന് നോക്കണം. അതിലുള്ള കുറഞ്ഞ വാർത്തകൾ അതിലുള്ളൂ, പക്ഷെ ഓരോന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ കവിതകളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അധികം ചോദിച്ച് കണ്ടിട്ടുള്ളത്. കുറച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ശുക്രൻ ലഹസ്നി ഇസ്തിമാഇക്കും, ബാറകല്ലാഹു ലക്കും, ജസാക്കുമുല്ലാഹു ഖൈറൻ, അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.